കേരള തമിഴ്നാട് തീരങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ച ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ന് ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കുമെന്ന് മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തിരുവനന്തപുരം, ശംഖുമുഖം, വലിയതുറ ഭാഗങ്ങളിൽ ഇന്നലെയുണ്ടായ വേലിയേറ്റത്തിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. ഉമേഷ്, ഇന്നലത്തെ വേലിയേറ്റത്തിൽ വലിയ നാശനഷ്ടമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഒരു സാഹചര്യം എന്താണ്? ഈ ന്യൂനമർദ്ദം എപ്പോഴേക്കും രൂപപ്പെടുമെന്നുള്ള കാര്യമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ തീരദേശ മേഖലയിലുള്ളവർ എന്തെല്ലാം കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്? വലിയ മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. അടുത്ത 24 മണിക്കൂറിൽ ഏത് സമയത്ത് വേണമെങ്കിലും ന്യൂനമർദ്ദം രൂപപ്പെടാം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശ്രീലങ്ക തീരത്തോട് ചേർന്നായിരിക്കും ഈ ന്യൂനമർദ്ദം രൂപപ്പെടുക. ന്യൂനമർദ്ദം അത് തീവ്ര ന്യൂനമർദ്ദമായി മാറാനാണ് സാധ്യത. അതായത് ഡിപ്രഷനായി മാറും. അത് അങ്ങനെയാണെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഇന്ത്യ തീരത്ത്, ഇന്ത്യയുടെ തെക്ക് തീരങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. തമിഴ്നാട്ടിലായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ നാശനഷ്ടം വിതയ്ക്കുക. ശക്തമായ കാറ്റ് തമിഴ്നാട്ടിലേക്ക് അടിക്കും. ചുഴലിക്കാറ്റായി രൂപപ്പെടാനും സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പുണ്ട്. കേരള തീരത്തിൽ ഇത് ശക്തമായ മഴയ്ക്ക്, കേരള കർണാടക തീരത്ത് ശക്തമായ മഴയ്ക്കായിരിക്കും ഇത് കാരണമാവുക. മത്സ്യത്തൊഴിലാളികൾ ഇന്നു മുതൽ കടലിൽ പോകരുത്, ആ ദിശയിലേക്ക്, ശ്രീലങ്കൻ തീരത്തേക്കുള്ള ദിശയിലേക്ക് കടലിൽ പോകരുത് എന്നാണ് മുന്നറിയിപ്പുള്ളത്. ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് പോയ ദിവസങ്ങൾക്ക് മുമ്പ് പോയവർ നാളെ വൈകിട്ടിന് മുമ്പ് ഏതെങ്കിലും സുരക്ഷിത തീരത്ത് എത്തിച്ചേരണമെന്നും മുന്നറിയിപ്പുണ്ട്. ഇത് വലിയ പ്രാധാന്യത്തോടു കൂടി ആണ്, വലിയൊരു തീവ്രമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന മുന്നറിയിപ്പ്. അടുത്ത 24 മണിക്കൂറും ഏറ്റവും സുപ്രധാനമാണ്. ഒരുപക്ഷെ ന്യൂനമർദ്ദം രൂപപ്പെട്ട് തീവ്ര ന്യൂനമർദ്ദമായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ചു കാലം മുൻപ് കേരള തീരത്തടക്കം ഓഖി അടക്കം ഉണ്ടായ അനുഭവം കേരളത്തിനുണ്ട്. അത്തരത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. ചുഴലിക്കാറ്റായി രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് തമിഴ്നാട് തീരത്തായിരിക്കും ഏറ്റവും കൂടുതൽ നാശനഷ്ടം വിതയ്ക്കാൻ സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നു. ഈ ദിവസങ്ങളിൽ, അതായത് ഇന്ന് മുതൽ ഈ മാസം 30 വരെ വലിയ രീതിയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. 30-ാം തീയതിയാണ് ഒരുപക്ഷെ ഈ ചുഴലിക്കാറ്റായോ അല്ലെങ്കിൽ തീവ്ര ന്യൂനമർദ്ദമായോ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ തീരത്തടിക്കുക. തീരത്ത് 30-ാം തീയതിയോടുകൂടി കേരള തീരത്ത് ഏറ്റവും കൂടുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്, ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ഏകദേശം മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ കടലിലും തമിഴ്നാട് തീരത്തും 70 കിലോമീറ്ററിലധികം വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. എന്തായാലും മുന്നറിയിപ്പുകൾ മത്സ്യത്തൊഴിലാളികളും തീരപ്രദേശത്ത് താമസിക്കുന്നവരും വളരെ ഗൗരവത്തോടു കൂടി എടുക്കണമെന്ന് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും സംസ്ഥാന സർക്കാരും അറിയിച്ചിരിക്കുന്നതും. അമീന. ശരി ഉമേഷ്.